എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഡെങ്കി പനിയെ പറ്റിയാണ് പറയുന്നത്. ഡെങ്കി വൈറസുകളാണ് ഈ രോഗത്തിന് കാരണം. കൃത്യമായ പരിചരണവും നിയന്ത്രണവും നൽകിയാൽ ഭേദമാക്കാവുന്ന ഒന്നാണ്. കൊതുകുകൾ പരത്തുന്ന പകർച്ചവ്യാധിയാണ്. ഏത് കൊതുകാണ്? ഈഡിസ് കൊതുകാണ് ഇത് പരത്തുന്നത്. രോഗബാധയുള്ള കൊതുകുകൾ കടിച്ച് 4 മുതൽ 10 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ നിങ്ങൾക്കറിയാമോ? കഠിനമായ പനി, പെട്ടെന്ന് പനിച്ചു തുടങ്ങും, പനി കൂടി വരും, അസഹ്യമായ തലവേദന, കണ്ണിൻ്റെ പിൻഭാഗത്തായി ശക്തമായ വേദന അനുഭവപ്പെടുന്നു. ഇവിടെ ഇതിൽ പടത്തിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, അതെല്ലാം നിങ്ങൾക്ക് വായിക്കാവുന്നതാണത്. ശരീരവേദനയുണ്ടാകും, പേശികളിലും സന്ധികളിലും കഠിനമായ വേദന ഉണ്ടാകുന്നു, എല്ല് പൊട്ടിപ്പോകുന്ന പോലെയൊക്കെ തോന്നും. അല്ലാതെ തന്നെ ഇപ്പോൾ ഒരുതരം ഫീവർ ഉണ്ട്, പനിയുണ്ട്, അത് വല്ലാത്ത പ്രയാസമാണ് ആ പനി വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഡെങ്കി കൂടി ആയിട്ടുണ്ടെങ്കിൽ എന്താ? ഡെങ്കു ഫീവർ, ഇഡിസ് പകർത്തുന്ന രോഗമാണത്. എല്ലാം പൊട്ടിപ്പനി എന്ന് ഇതിന് പറയാറുണ്ടെന്ന്. എല്ല് പൊട്ടിപ്പനി നമ്മൾ കേട്ടിട്ടില്ലല്ലേ? അത് ക്ഷീണം, തളർച്ച, കടുത്ത ക്ഷീണം, വിശപ്പില്ലായ്മ, ഛർദി, വയറുവേദന, ഓക്കാനം ഇതെല്ലാം ഉണ്ടാകുന്നു. നമുക്ക് അല്ലാതെ തന്നെ പനി വരുമ്പോൾ എപ്പോഴും വായിൽ കയ്പും ഛർദിക്കാൻ വരലും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതൊരു പ്രത്യേകതരം പനിയാണ്. കൂടാതെ ത്വക്കിൽ തടിപ്പുകൾ ഉണ്ടാകുന്നു. പനി തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ചുവന്ന തടിപ്പുകൾ കാണാം. സീവിയർ ഡെങ്കി ആണ് അതൊക്കെ കേട്ടോ. സീവിയർ ഡെങ്കിനാണ് അതൊക്കെ വരുന്നത്. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ എണ്ണം കുറയും, വേഗത്തിൽ തന്നെ താണു പോകും. ഇതൊക്കെ പ്രധാന ലക്ഷണങ്ങളാണ്. പിന്നെ ഓർമ്മക്കേട് വരും, ചിലർക്ക് സോഡിയം. ഹോസ്പിറ്റലിൽ പോയ ഉടനെ തന്നെ എല്ലാവർക്കും സോഡിയം കുറവും, സോഡിയമൊക്കെ കുറഞ്ഞു, ബോധക്കേടും എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് പറയുന്നതെന്നും അവർക്ക് തന്നെ അറിയില്ല, നമുക്കും അറിയില്ല. അവർക്ക് ഓർമ്മയുള്ളതുപോലെ സംസാരിക്കും, പക്ഷേ ഓർമ്മയുണ്ടാവില്ല. അതൊക്കെയാണ് ഈ സോഡിയം കുറയുന്ന പരിപാടി. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയി കിട്ടിയാൽ പല ഇതും നമുക്ക് കിട്ടുമല്ലോ, പല കാര്യങ്ങളും അറിവ് കിട്ടും. അപകട സൂചനകൾ: വിട്ടുമാറാത്ത കഠിനമായ വയറുവേദനയുണ്ടാകും, തുടർച്ചയായ ഛർദി, അമിതമായ തളർച്ച, ബോധക്ഷയം ഇതെല്ലാം വരും. ഇപ്പോൾ ഇതെല്ലാം കണ്ടാൽ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുക. ഡെങ്കിപ്പനിക്കായി ആൻറ്റിവൈറൽ മരുന്നൊന്നുമില്ല കാര്യം പറഞ്ഞാൽ. പക്ഷെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ അതനുസരിച്ചൊക്കെ നമ്മളെ നോക്കുമല്ലോ. ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് നൽകാറുള്ളത്. വിശ്രമം, പൂർണ്ണമായ വിശ്രമം അത്യാവശ്യമാണ്. വെള്ളം ധാരാളം കുടിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ വയറൊക്കെ ഇളകുമ്പോൾ പോലെ ORS ലായനി, കഞ്ഞിവെള്ളം, കരിക്ക് ഇതൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. തിളപ്പിച്ചാറ്റിയ വെള്ളം ധാരാളം കുടിക്കുക. ആസ്പിരിൻ, ചിലർ ആസ്പിരിൻ ഒക്കെ കഴിക്കും കേട്ടോ, അതൊന്നും നല്ലതല്ലെന്നാണ് പറയുന്നത്. ചിലവർക്ക് രക്തസ്രാവം ഉണ്ടാവുകയും അപ്പോൾ അത് കൂടും. ഈ ഡെങ്കിപ്പനി തന്നെ വലുതായിട്ട് വരികയാണെങ്കിൽ പല്ലിൻ്റെ ഇടയിൽ അവിടെ ഇവിടെ നിന്നൊക്കെ ഇടയ്ക്ക് ചിലവർക്ക് എല്ലാം രക്തസ്രാവം ഉണ്ടാവാറുണ്ട്. ഇതിനെല്ലാം പറ്റിയ മാർഗം നമ്മൾ കൊതുകിനെ നശിപ്പിക്കുക. ഇപ്പം എന്തൊക്കെ തരം അപകടങ്ങളാണ് നമുക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ഒരിടയ്ക്ക് എലി, ഇപ്പോഴും എലിയുണ്ട്. പിന്നെ പാമ്പ്, ഇപ്പോഴും പാമ്പുണ്ട്. പിന്നെ അതുകൂടാതെ ആന, എന്തൊക്കെ തരം ബഹളങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മനുഷ്യരുടെ ശല്യം എല്ലാം നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊതുകിൻ്റെ കൂടിയായി. ശുദ്ധജലത്തിലാണ് ഈഡിസ് കൊതുകുകൾ മുട്ടയിടുന്നത്. അപ്പോൾ ശുദ്ധജലം, ചിലർ പറയും ഇങ്ങനെ കെട്ടിക്കിടന്ന് അങ്ങനെയൊക്കെ കിടന്നാലൊക്കെ കൊതുക് വരുന്നത്. അതിലൊക്കെ കൊതുകുകളൊക്കെ ഉണ്ടാവും. എന്നാലും ശുദ്ധജലത്തിലാണ് ഈ കൊതുക് മുട്ടയിടുന്നത്. ചിലപ്പോൾ നമ്മൾ മണി പ്ലാന്റ് എല്ലാം വീടിൻ്റെ അകത്തൊക്കെ വെക്കാറുണ്ട്. അതെല്ലാം വെള്ളം മാറ്റിയൊക്കെ കൊടുക്കാറുണ്ട്. വീടിൻ്റെ പരിസരവും വൃത്തിയാക്കുക.
പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ചിരട്ട, ടയർ, പൊട്ടിയ പാത്രങ്ങൾ എന്നിവയെല്ലാം വെള്ളം കെട്ടിക്കിടക്കാതെ സൂക്ഷിക്കുക. കൊതുക് കടിയിൽ നിന്നും രക്ഷപ്പെടുക. പകലാണ് ഈ കൊതുക് കടിക്കുന്നതെന്ന് പറയുന്നു. പകലാണ് ഈ കൊതുക് കടിക്കുന്നത്. സാധാരണ രാത്രി കിടക്കുമ്പോൾ നമ്മൾ അറിയുന്നത്, പക്ഷെ പകൽ സമയത്താണ് ഈ കൊതുക് കടിക്കുന്നത്. ദേഹത്തിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്നത് പോലെയുള്ള ഉടുപ്പ് ധരിക്കുക. ഇപ്പം മഴക്കാലമല്ലേ, അപ്പോൾ ഷോർട്ട്സൊക്കെ ഉപേക്ഷിക്കുക. സ്ലീവ്ലെസ് അങ്ങനെയുള്ളതെല്ലാം ഉപേക്ഷിക്കാം. കൊതുക് കടിക്കാതിരിക്കാൻ കൊതുക് വല ഉപയോഗിക്കാം. വീടിൻ്റെ ജനലിലും വാതിലും എല്ലാം നെറ്റ് ഇടാം. ഇതെല്ലാം ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ബോധവൽക്കരണം ചെയ്തു എന്ന് മാത്രം കേട്ടോ. അതുപോലെ ഈ കൊതുകിനെ അകറ്റാനുള്ള ലേപനങ്ങളുണ്ട്. ഓഡോമസ് പോലെ ചില ഗന്ധങ്ങളൊന്നും കൊതുകിന് ഇഷ്ടമല്ല. പച്ചക്കർപ്പൂരത്തിൻ്റെ സ്മെല്ല്, അതൊരു വെള്ളത്തിലിട്ട് ഒരു ചെറിയ പാത്രത്തിൽ വയ്ക്കാം. പുൽത്തൈലം ഇട്ട് നമ്മുടെ വീടെല്ലാം വൃത്തിയാക്കാം. അങ്ങനെ ചില പൊടിക്കൈകളൊക്കെ ഉണ്ട് കേട്ടോ. ആര്യവേപ്പിൻ്റെ ഇല പുകക്കുന്നത് നല്ലതാണ്. പ്രകൃതിയെ സംരക്ഷിക്കാൻ പറയുമ്പോൾ വെട്ടിക്കളയാൻ പറയാൻ പറ്റില്ലല്ലോ. ഇത് കണ്ടോ, മഴക്കാലത്ത് നമ്മുടെ ഈ പ്ലേറ്റിൽ കാണുന്ന വെള്ളമെല്ലാം മാറ്റിക്കളയുക. കമഴ്ത്തി മാറ്റി വെള്ളം മാറ്റിയിട്ടാലും മഴക്കാലത്ത് പിന്നെയും വന്നുകൊണ്ടിരിക്കും. എങ്കിലും ഇങ്ങനെ കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. അതെല്ലാം മാറ്റിക്കളയുക. ചെടിയിലും ഉണ്ടാകും വെള്ളം. ചെടി ചില ഓട്ടയെല്ലാം ശരിയാവാത്ത ചെറിയ ചെറിയ പാത്രങ്ങളിൽ വെള്ളമുണ്ടാകും. ഇത് കണ്ടോ അത് അങ്ങനെ വെള്ളമെല്ലാം മാറ്റിക്കളയുക. നമ്മുടെ ഇവിടെയൊക്കെ കോർപ്പറേഷനിൽ നിന്നൊക്കെ വരും വെള്ളം കെട്ടിക്കിടപ്പുണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കാൻ. എവിടെ അവരുടെ വീട്ടിലെങ്ങനെയാണെന്ന് ഇതിനറിയാമല്ലോ. ഇതത് കണ്ടോ, ഇതുപോലെ വെള്ളമൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും മാറ്റിയാലും മഴക്കാലത്ത് വെള്ളം വന്നുകൊണ്ടിരിക്കും, വെള്ളം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതൊന്നും വരാതിരിക്കാൻ. ഇതുപോലെ പൊട്ടിയ ചട്ടികളൊക്കെ ഉണ്ടാവും. നമ്മൾ ഓർക്കാണ്ടൊക്കെ വെച്ചൊക്കെ ആയിരിക്കും, ചിലപ്പോൾ നേരമൊക്കെ കിട്ടാണ്ട്. പക്ഷേ ഇതുകൊണ്ട് പലതും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് പൊട്ടിയ ചട്ടികൾ കൊണ്ട് ഉണ്ടാക്കുന്ന ചില കൗതുകങ്ങളെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ പൊട്ടി ചട്ടികളുണ്ടെങ്കിൽ അതിൽ വെള്ളമൊക്കെ മാറ്റിയിടുക, അല്ലെങ്കിൽ കമഴ്ത്തിയിടുക. നിങ്ങൾക്ക് നേരം കിട്ടുമ്പോൾ അത് കലാപരമായിട്ട് നമുക്ക് വേറെ കാര്യങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ഇത് കണ്ടോ, ഒരിടക്ക് വന്ന കാര്യങ്ങളായി ഒച്ച ശല്യം. ഇതേപോലെ പാത്രങ്ങൾ ഇതെല്ലാം മാറ്റി വെക്കുക. ചിരട്ട ഉണ്ടാവും. ഇവിടുന്ന് ഞാനെപ്പോഴും ഇത് മാറ്റുന്നതുകൊണ്ട് ഇതൊന്നുമില്ല. ചിരട്ട, ഇവിടെ നിന്ന് ഓവലിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ നമുക്ക് ഇവിടെ ഇതെല്ലാം കഴുകാനായിട്ട് എടുക്കാമല്ലോ. എന്നാലും വെള്ളങ്ങൾ കേട്ടോ, ഇങ്ങനെ ഇവിടെ നിന്ന് വീണ പാത്തിയിൽ നിന്നൊക്കെ വീണ വെള്ളങ്ങൾ ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം മാറ്റുക, അതെല്ലാം ചെയ്യുക. പുകക്കാനായിട്ട് വേറെ കുന്തിരിക്കാൻ സാമ്പ്രാണിയെല്ലാം സന്ധ്യ നേരത്ത് പുകയ്ക്കാവുന്നതാണ്. കൊതുകുകൾ മിക്കതും പൊയ്ക്കോളും. നല്ലതാണതെല്ലാം കേട്ടോ. അല്ല, നിങ്ങളൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് ഞാൻ പറയാനായിട്ട് എനിക്ക് വിഷമമുണ്ട്. അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് എങ്കിലും പറയുന്നു. ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള മണി പ്ലാന്റിൽ വെള്ളം മാറ്റി കൊടുക്കുക. ഇതുപോലെ ലോട്ടസ് പോട്ട്, താമരക്കുളത്തിൽ, ചട്ടിയിലിരിക്കുന്ന താമരക്കുളത്തിലൊക്കെ ഗപ്പികളെ ഇടുക. കൊണ്ടോ, ഗപ്പികളെ ഇട്ട കൊതുക് പിടിച്ചിരുന്നാണ് പറയുന്നത്. പക്ഷെ ഗപ്പികളെ തിന്നാനിപ്പോൾ തവളകൾ വരുന്നുണ്ട് കേട്ടോ. ഏതായാലും പരിസരം വൃത്തിയാക്കിയിടുക. ചപ്പ് ചോറുകൾ കൂട്ടിയിടാതെ ശ്രദ്ധിക്കുക. പുകക്കുന്നത് പിന്നെ ചെടികൾക്കും നല്ലതാണ്. എൻ്റെ ഒരു ചട്ടിയിലുള്ള മാവിന് പുകക്കുന്നത് നല്ലതാണ്. അതെല്ലാം ചെടികൾക്ക്. നിങ്ങളുടെ
ഉചിതമനുസരിച്ച് ചെയ്യുക. ചെടികളുള്ളിടത്ത് ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത്ര അധികം അല്ലാത്തവർക്കൊക്കെ നല്ല സുഖമായിരിക്കും, ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ആർക്കും ഡെങ്കിപ്പനിയൊന്നും പിടിപ്പിക്കാതെ സൂക്ഷിക്കുക. ഇത്രയ്ക്ക് പറയാനുള്ളൂ. സിവിയറായിട്ടുള്ള പനിയാണെങ്കിൽ ചിലപ്പോൾ തലച്ചോറിനെ, ബ്രെയിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓർമ്മക്കുറവൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിയുന്നതും നിങ്ങളതെല്ലാം ഒഴിവാക്കുക. ഈ സുരക്ഷിതരായിട്ടിരിക്കുക. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഈ വീഡിയോ ഇട്ടതാണ്. വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്. കുപ്പുകയോടെ ലക്ഷ്മി ശിവ.